രൗദ്രതാണ്ഡവം. രചന അവതരണം നന്ദുവച്ചു കൃഷ്ണ. അല്പം മുന്നേ പേടിയോടെ വിളിച്ചവളുടെ നാവ് ഉറഞ്ഞു പോകുന്ന പോലെയായിരുന്നു അവന്റെ പ്രവൃത്തികൾ അത്രയും. ധാത്രി, യു ആർ സോ പറയുമ്പോൾ അവന്റെ ശബ്ദത്തിലും അപ്പുറം പ്രവൃത്തി അവളിലുണ്ടാക്കിയ കോരിത്തെരിപ്പിൽ പെണ്ണ് ഇരു കണ്ണുകളും മുറുക്കി അടച്ചവന്റെ കൈത്തണ്ടയിൽ വിരലുകൾ ആഴത്തിൽ അമർത്തി. പക്ഷെ അവൻ ആ വേദനയൊന്നും അറിഞ്ഞില്ല. മറിച്ച് വല്ലാത്ത സുഖമുള്ള ഒരു അനുഭൂതിയിലായിരുന്നു അവൻ ആ നിമിഷം. ധാത്രി, ഇടുപ്പിൽ ചുറ്റിപ്പിടിച്ചു നിന്ന കൈ മെല്ലെ മുകളിലേക്ക് പോകുന്ന കണ്ടതും അവൾ പെട്ടെന്ന് അവന്റെ കയ്യിൽ നിന്നും വിട്ടകന്നു മാറാൻ നോക്കി. വാട്ട്? പെട്ടെന്നുള്ള അവളുടെ മാറ്റത്തിൽ അവനാകെ അസ്വസ്ഥനായ പോലെ നോക്കി. ഒന്നുമില്ല. അവനെ നോക്കാതെ തന്നെ കുനിഞ്ഞു നിന്ന് പറഞ്ഞുകൊണ്ട് അവൾ അരികിലൂടെ പോകാൻ തുടങ്ങിയതും ഒരു കൈയാലെ അവളെ ഉയർത്തി തോളിലേക്ക് ഇട്ടുകൊണ്ടവൻ അകത്തേക്ക് നടന്നു. വിച്ചേട്ടാ, എന്താ ഈ കാണിക്കുന്നേ? മഹാദേവ, ആരെങ്കിലും കണ്ടാൽ തീർന്നു. അവന്റെ തോളിൽ 2-3 തല്ലും തല്ലി പെണ്ണ് കൈയും കാലുമിട്ട് അടിച്ചെങ്കിലും ഒരു പൂവിറുക്കുന്ന ലാഘവത്തോടെ അവൻ തോളിൽ നിന്നും അവളെ കയ്യിലേക്കാക്കി നെഞ്ചിലേക്ക് അടക്കി പിടിച്ച് നേരെ വന്ന് സോഫയിലേക്കിരുന്നു. ഒപ്പം അവിടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മടിയിൽ തന്നെ ഇരുത്തുകയും ചെയ്തു. വിച്ചേൻ എന്തായി കാണിക്കുന്നേ? ആരെങ്കിലും ബാൽക്കണിയിൽ നിന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുമോ? വേറെ ആരെങ്കിലും ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതൊന്നും എന്റെ മാറ്ററല്ല. ഞാൻ പക്ഷെ ചെയ്യും. ധാർഷ്ട്യത്തോടെ അവനൊരൽപ്പം കൂസലുമില്ലാതെ കയറി പറഞ്ഞു. അപ്പോ ആരെങ്കിലും കണ്ടാലോ? കണ്ടിട്ട് പോക്കോട്ടെ എന്ന് കരുതും. തല ഒന്ന് കുടഞ്ഞ് അവളെ അടുക്കി പിടിച്ച് കഴുത്തിലേക്ക് മുഖം പൊരുത്തി പറയുമ്പോൾ പാതിയും അവൾ കേട്ടില്ല. ധോത്രീ! അടഞ്ഞ ശബ്ദത്തിൽ വല്ലാത്തൊരു നീട്ടലാണ് ഓരോ തവണയും അവന്റെ വിളി. അത് കേൾക്കുന്ന മാത്രയിൽ ഉരുകിയൊലിക്കുന്ന പോലെ അവളുടെ ശരീരം വിറയ്ക്കുകയും മഞ്ഞുകണങ്ങൾ കുമിഞ്ഞുകൂടുന്ന പർവ്വതനിര പോലെ ഇരിക്കുന്ന തണുത്തുറയുകയും ചെയ്യും. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഓരോ തവണയും അവന്റെ വിളിയും സ്പർശവും അവളെ കൊണ്ട് ചെന്നെത്തിക്കുന്നത്. അവളെ മുറുക്കി കെട്ടിപ്പിടിച്ച് കഴുത്തിലൂടെ ചുംബിച്ചു തുടങ്ങിയവൻ മെല്ലെ അവളെ ഒന്ന് കടിച്ചു. പെണ്ണവന്റെ മടിയിൽ നിന്ന് തന്നെ ഉയർന്നുപോയി. അവളെ പിന്നെയും തന്നിലേക്ക് അമർത്തി പിടിച്ചവൻ തന്റെ ആ ചുണ്ടുകളിലേക്കാണ് തന്റെ ചുണ്ടുകളെ ചേർത്തത്. ഏറെ നേരം നീണ്ടു നിന്ന ചുംബനത്തിനൊടുവിൽ പൂർണ്ണമായി തളർന്നു തോന്നിയ നിമിഷം അവൻ അവളിൽ നിന്നും തല ഉയർത്തി. വാടിയ താമരത്തണ്ടുപോലെ ആകെ അലങ്കോലമായി കിടക്കുന്നവളെ കണ്ടതും അവൻ വല്ലാത്തൊരു പുഞ്ചിരിയോടെ അവളുടെ മുഖം താഴ്ത്തി. പൊള്ളിപ്പിടഞ്ഞ പോലെ അവന്റെ മുടിയിഴകളിൽ വലിച്ചു പിടിച്ച് ധാത്രി ഉയരാൻ നോക്കിയെങ്കിലും അവന്റെ മുഖം അവളുടെ മൃദുലതകളിൽ അത്രയും ആഴത്തിൽ സ്പർശിച്ചതിന്റെ വിറയലിൽ പെണ്ണ് തളർന്നുപോയി. വിച്ചേട്ടാ, വേണ്ട. ഇട്ടിരുന്ന ടീഷർട്ട് വലിച്ചു താഴ്ത്തി അവന്റെ മുഖം തന്റെ നഗ്നത തേടുകയാണെന്ന് തോന്നിയ നിമിഷം പെണ്ണ് അവനെ തടയാൻ നോക്കിയെങ്കിലും അവൾ പറയുന്നതൊന്നും കേൾക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലായിരുന്നു വംശി ആ നിമിഷം. വിച്ചേട്ടാ! അവനെ അകറ്റി മാറ്റാനുള്ള അവളുടെ ശ്രമങ്ങളെല്ലാം വീഴും പാശ്രമങ്ങളാക്കി അവൻ ആ പെണ്ണിന്റെ ഇരു കൈകളെയും ഒരു കൈയാൽ തടഞ്ഞു പിടിച്ചുകൊണ്ട് പിന്നെയും പിന്നെയും മൂക്കുകൊണ്ടും ചുണ്ടുകൊണ്ടും അവളെ തരളതയാക്കി മാറ്റിയവൻ. പെട്ടെന്നാണ് അവന്റെ മുന്നിലിരിക്കുന്ന ഫോൺ റിങ് ചെയ്തത്. രണ്ടുപേരും ഒരുപോലെ ഞെട്ടിപ്പോയി. അത്രയും ആസ്വദിച്ചവൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യത്തിനിടയിലുണ്ടായ ശബ്ദം വംശിയെ ചെറുതായിട്ടൊന്നുമല്ല ദേഷ്യം പിടിപ്പിച്ചത്. ആ ഒരു ദേഷ്യത്തോടെ മുന്നിലിരുന്ന ഫോൺ അവൻ എറിയാൻ പോയതും ധാത്രി അത് കയ്യിൽ പിടിച്ചു വാങ്ങി അവനിൽ നിന്നും താഴേക്കിറങ്ങിയിരുന്നു. നീ നീ എവിടെ പോവാ? അകന്നിരിക്കാൻ പോയവളെ തിരികെ അതുപോലെ മടിയിലേക്ക് കയറ്റി വെച്ചവൻ ഒച്ചയെടുത്തതും പെണ്ണ് ഇരു കൈകളാലെയും ചെവി അടച്ചു പിടിച്ചു. രാക്ഷസൻ ഒരിക്കലും മാറില്ല. ഞൊടിഞ്ഞതാണെങ്കിലും ചുണ്ടിനറ്റത്തവളുടെ വിരലുകൊണ്ടുള്ള ഞൊട്ട് കിട്ടിയതും പെണ്ണ് എരിവ് വലിക്കും പോലെ ആ ദേഷ്യത്തിൽ മുഖത്തേക്ക് നോക്കി. ഒറ്റ നിമിഷം കൊണ്ടാണ് കാമദേവൻ രാക്ഷസനാവുന്നത്. ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് തന്നെ ചാടി എഴുന്നേറ്റു. ആ പറഞ്ഞത് നിനക്ക് എപ്പോഴും ഓർമ്മയുണ്ടാവണം. ഞാനൊരു രാക്ഷസനാണ്. അതുകൊണ്ട് തന്നെ എന്റെ പ്രവൃത്തികളിലും ആ ഒരു അസുരത്തരം എപ്പോഴും മുന്നിൽ നിൽക്കും. ഇതാണ് ഞാൻ. ഈ എന്നെ വേണം നീ ജീവനേക്കാൾ ഏറെ സ്നേഹിക്കാൻ. അതുകൊണ്ട് ഞാനിനി എങ്ങനെയാണെങ്കിലും നീ എന്നെ അതുപോലെ സ്നേഹിച്ചേ പറ്റൂ. അതും എന്റെ വന്യമായ എല്ലാ ഭാവങ്ങൾ അറിഞ്ഞുകൊണ്ട് പ്രണയിച്ചുകൊണ്ടും.
എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയവളെ അതുപോലെ അടക്കി പിടിച്ച് അവളുടെ ചെവിയിലേക്ക് ചുണ്ടടുപ്പിച്ചുകൊണ്ട് അവൻ മെല്ലെയാണത് പറഞ്ഞതെങ്കിലും അവന്റെ ഓരോ വാക്കുകളിലും നിറഞ്ഞു നിന്നത് അവളോടുള്ള ഇഷ്ടവും അതിനപ്പുറം അവനെന്ന വ്യക്തിയുടെ ധാർഷ്ട്യവും തന്നെയായിരുന്നു. മറിക്ക് എനിക്ക് സൗകര്യമില്ല ഇയാളെ പ്രേമിക്കാൻ. എപ്പ നോക്കിയാലും ഒരേ ദേഷ്യമാ. ഞാൻ പോവാ. പറഞ്ഞത് മാത്രമേ ഓർമ്മയുള്ളൂ. അവളുടെ കഴുത്തിൽ വേദനയിൽ അവന്റെ പല്ലുകൾ താഴ്ന്നു. ഇടുപ്പിലെ പിടുത്തത്തിൽ എല്ലുകൾ വലിഞ്ഞു പൊട്ടുന്ന പോലെ കൈകളിൽ മുറുകി. വേദനയിൽ പെണ്ണ് കരഞ്ഞുപോയി. പെണ്ണിന്റെ ഏങ്ങിയുള്ള കരച്ചിൽ കേട്ടിട്ടും വംശി അവളെ ശരീരത്തിൽ നിന്നും അയച്ചില്ല. ഇത്തിരി കഴിഞ്ഞതും അവൻ അവളിൽ നിന്നും മുഖമുയർത്തുമ്പോൾ കാണുന്നത് ആകെ കരഞ്ഞു ചുവന്ന് നിൽക്കുന്നവളെയാണ്. അവൻ ആ കണ്ണുനീർ തുടച്ചു കൊടുക്കാതെ തന്നെ അവളുടെ മുഖമാകെ ചുംബിച്ചു. ചുണ്ടുകളിൽ വന്യമായി തന്നെ തന്റെ രുചി അറിയിച്ചു. ആകെ തളർന്നു കിടക്കുന്നവളെ പിന്നെയും നെഞ്ചോടടക്കി പിടിച്ചു. എന്നിൽ നിന്ന് അകന്നു പോകുന്നതിനെ പറ്റി അറിയാതെ പോലും ചിന്തിക്കരുത് ധാത്രി. തന്റെ എല്ലുകൾ പോലും നുറുങ്ങുന്ന വിധത്തിൽ അവൻ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞ ഓരോ വാക്കുകളും അവളെ ഞെട്ടിക്കുന്നതിനും അപ്പുറം പേടിപ്പെടുത്തുകയാണ് ചെയ്തത്. ഏറെ നേരം അങ്ങനെ നിന്ന് അകന്നു മാറുമ്പോൾ അവളുടെ നോട്ടം പോയത് അവന്റെ ആ മുഖത്തേക്കായിരുന്നു. അല്പം മുന്നേ അവൻ പറഞ്ഞത് സത്യമാണോ അതോ തന്നെ പേടിപ്പിക്കാൻ വേണ്ടി മാത്രമാണോ എന്നുള്ള ചോദ്യമായിരുന്നു ആ കണ്ണുകളിൽ അത്രേ. നീ എന്റെ കണ്ണിലോട്ട് നോക്കി നിന്നിട്ടൊന്നും കാര്യമില്ല ധാത്രി. എന്റേതെന്നും എന്റേത് മാത്രമായിരിക്കും. സ്ട്രിക്ട്ലി മൈൻ ഒള്ളി. പറയുന്നതിനൊപ്പം തന്നെ അവൻ അവളിൽ നിന്ന് അകന്ന് അരയിൽ കൂടി ചുറ്റിപ്പിടിച്ചവൻ തന്നിലേക്ക് തന്നെ ചേർത്തു. എന്താടി ഇങ്ങനെ നോക്കുന്നേ? വിച്ചേട്ടാ, വിച്ചേട്ടനെ എനിക്ക് പേടിയാവുന്നു കേട്ടോ. അവൾ പറയുന്നത് സത്യമാണെന്ന് ആ മുഖത്തു നിന്നും വംശിക്കും മനസ്സിലാവുന്നുണ്ടായിരുന്നു. പക്ഷേ അവൻ ഒരു തരം ഹരം പോലെയായിരുന്നു അവളുടെ ആ പറച്ചിൽ. പേടിക്കണം ധാത്രി. എന്നിൽ നിന്ന് അകന്നു പോകണമെന്നുള്ള ചിന്ത നിന്റെ മനസ്സിലേക്ക് വരും മുന്നേ തന്നെ നീ എന്നെ പേടിക്കണം. അപ്പൊ പിന്നെ വേണ്ടാത്ത ചിന്തകളൊന്നും നിന്റെ മനസ്സിലേക്ക് കയറില്ല. അതിന് എത്ര വലിയ നിന്റെ ചേട്ടൻ പറഞ്ഞു തന്നതാണെങ്കിലും കാര്യങ്ങൾ അവൾക്ക് മനസ്സിലാക്കി കൊടുക്കണമെന്നുള്ള തരത്തിൽ ഒരുതരം ഭീഷണി. സത്യം പറഞ്ഞാൽ അവൾക്ക് അങ്ങനെയാണ് തോന്നിയത്. ഞാൻ അത്യാവശ്യം ഹോട്ടാണെന്ന് എനിക്കറിയാം. അതെന്നെ വീണ്ടും ബോധ്യപ്പെടുത്താൻ വേണ്ടി നീ ഇങ്ങനെ മുഖത്തു നിന്നും കണ്ണെടുക്കാതിരിക്കണമെന്നൊന്നുമില്ല. അവളുടെ ഇടുപ്പിൽ മെല്ലെയൊന്ന് നുള്ളി അവൻ കളിയാക്കിയതും പെണ്ണ് അവന്റെ മുഖത്തു നിന്നും പെട്ടെന്ന് കണ്ണു മാറ്റി. ഒപ്പം ചമ്മിയ പോലെ രണ്ട് കണ്ണും ഇറുക്കി അടച്ച് നാവിൻ തുമ്പിൽ ഒന്ന് കടിച്ചു. അവനിൽ നിന്നും ഒളിപ്പിച്ചുകൊണ്ടാണ് അത് ചെയ്തെങ്കിലും മുന്നിലെ കണ്ണാടിയിൽ അവളുടെ ഭാവങ്ങൾ അവന് വ്യക്തമായിരുന്നു. ചുണ്ടിനറ്റം ഒന്ന് കടിച്ചുകൊണ്ട് ചെക്കൻ അവളുടെ ആ ഭാവം അത്രയും കണ്ണിൽ ഒപ്പിയെടുത്തു. അധികം നിന്ന് വിയർക്കണ്ട. വേഗം പോയി എനിക്കൊരു ബ്ലാക്ക് കോഫി എടുത്തുകൊണ്ട് വാ. ലിറ്റിൽ ബിറ്റ് മോർ സ്ട്രോങ് ആൻഡ് ഹൈറ്റഡ്. ബിക്കോസ് എനിക്ക് നല്ല ഹെഡേക്ക് ഉണ്ട്. പറയുന്നതിനൊപ്പം അവൻ നെറ്റിയിൽ കൈ ഒഴിയുന്ന കണ്ടതും അതുവരെ ചിരിച്ചുകൊണ്ടിരുന്നവളുടെ മുഖം പെട്ടെന്ന് മാറി. ഹെഡേക്ക് പോലും. തലവേദന എടുക്കാതെ പിന്നെ എന്ത് ചെയ്യാൻ? ആ ജാതി കമത്തല്ലായിരുന്നോ ഈ 4 ദിവസം? കേരള സർക്കാർ പോലും ഈ പുള്ളിയുടെ പകുതിയായിരിക്കും ഒരു വർഷം വിറ്റുമാറുന്നത്. മനസ്സിൽ അവനെ പിന്നെയും പിന്നെയും ചീത്ത പറഞ്ഞുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോഴാണ് അടുക്കളയിൽ നാട്ടിയിരിക്കുന്ന ക്ലോക്കിലേക്ക് കണ്ണു പോകുന്നത്. മഹാദേവ, 5:30. വീട്ടിൽ പോകണമല്ലോ. അതൊട്ട് ഈ രാവണനോട് പറഞ്ഞിട്ടുമില്ല. എന്റെ മഹാദേവ, പറയാൻ ചെന്നാൽ ഇന്നെന്റെ തീരുമാനമാകും. പക്ഷെ പറയാതിരുന്നാൽ എങ്ങനാ? പലവിധ ചിന്തയിൽ സോസ് പാനിൽ നിന്നും കോഫി ഒഴിക്കുന്ന വഴി കുറച്ച് അവളുടെ കൈത്തുമ്പിൽ തെറിച്ചു വീണു. അമ്മേ! വേദനയിൽ ഒരുവള് നിലവിളിച്ചതും ചെക്കൻ ഓടി അടുക്കളയിൽ എത്തിയിരുന്നു. ധാത്രി, എന്താടി? എടി മോളെ. തന്റെ കൈയിലേക്ക് നോക്കി പേടിച്ചും കൊണ്ടുള്ള ആ ചോദ്യം കേട്ടതും അല്പം മുന്നേ തന്നെ പേടിപ്പിച്ചാലാണോ ഇതെന്ന് തോന്നിപ്പോയി ധാത്രിക്ക്. ധാത്രി, അത് ചെറുതായി ഒന്ന് ചൂട് തട്ടി. കുഴപ്പമൊന്നുമില്ല. പറഞ്ഞു തിന്നതും അവളുടെ വിരൽ ചുണ്ടിൽ നാവിലേക്ക് വെച്ചവൻ ഇടത് കൈകൊണ്ട് സൈഡിൽ നിന്ന പാത്രങ്ങളെ അത്രയും തള്ളി താഴത്തേക്കിട്ടു. എന്താ വിച്ചേട്ടായി കാണിക്കുന്നേ? സോസ് പാനും പാതി കോഫിയും നിലത്ത് കിടക്കുന്ന കണ്ടവൾ ദേഷ്യപ്പെട്ടതും നാവിൽ നിന്ന് അവളുടെ വിരൽ മാറ്റാതെ തന്നെ അവൻ അവളെ കയ്യിൽ കോരിയെടുത്തുകൊണ്ട് പുറത്തേക്ക് നടന്നു.
സോഫയിലേക്ക് അവളെ ഇരുത്തി കൈ നോക്കുന്നവന്റെ മുഖഭാവം കണ്ടാൽ തോന്നും തന്റെ ദേഹമാസകലമാണ് പൊള്ളിയതെന്ന്. അതുപോലെ ആയിട്ടുണ്ട് ആ മുഖം. എനിക്കൊന്നുമില്ല. പെട്ടെന്ന് ചൂട് തട്ടിയപ്പോൾ അറിയാതെ ശബ്ദം പൊങ്ങിപ്പോയതാ. അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. അതിന് അവിടെ മൊത്തം നശിപ്പിച്ചു. തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ ഇങ്ങനെ നശിപ്പിക്കുന്നതിന് എന്റെ കയ്യിൽ നിന്ന് വാങ്ങും കേട്ടോ. അവനെ പേടിപ്പിച്ചും കൊണ്ട് എഴുന്നേൽക്കാൻ തുടങ്ങിയ ചെക്കൻ പിന്നെയും അവളെ പിടിച്ച് അടുത്തേക്കിരുത്തി. എനിക്കൊന്നുമില്ല ഏട്ടാ. അവന്റെ കവിളിലൊന്ന് തഴുകി അകത്തേക്ക് പോയവൾ തിരിച്ചെത്തിയത് മക്കിയിലെ കോഫിയുമായിട്ടാണ്. കുടിക്ക. വേണ്ട. അവൻ വിലങ്ങനെ തലയാട്ടി. ദേ, എന്നെക്കൊണ്ട് കോഫി ഇടിച്ചിട്ട് കുടിക്കാതിരുന്നാൽ എനിക്ക് സങ്കടം വരും കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന്. മുഖമൊന്ന് ചുരുക്കി സങ്കടത്തോടെ അവൾ പറഞ്ഞതും അവൻ ആ കയ്യിൽ നിന്നും കോഫി വാങ്ങി. ദേഷ്യവും വാശിയും ഒന്നും അവന്റെ മുന്നിൽ വില പോകില്ല. ആകെ അനുസരിക്കുന്ന തന്റെ സങ്കടത്തിന് മുന്നിലാണ്. അവളൊന്ന് നിശ്വസിച്ചുകൊണ്ട് അവൻ അരികിൽ തന്നെ ഇരുന്നു. അത് കുടിച്ചു കഴിഞ്ഞതും അവൻ മെല്ലെ അവളുടെ മടിയിൽ കിടന്നു. ഒപ്പം വിരലുകൾ എടുത്ത് മസാജ് ചെയ്യാൻ വേണ്ടി തലയിലേക്ക് വെക്കുകയും ചെയ്തു. ആ നിമിഷം അവൾ ആകെ എരിപിരി കൊള്ളാൻ തുടങ്ങി. സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. മടിയിൽ കിടക്കുന്നവനോടാണെങ്കിൽ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഒരു വെപ്രാളത്തിലിരുന്നവൾ പിന്നെ കാണുന്നത് മടിയിൽ കിടന്നവൻ തന്റെ മുഖത്തേക്ക് നോക്കി അരികിലിരിക്കുന്നതാണ്. ഇതെപ്പോ എഴുന്നേറ്റിരുന്നു എന്നവൾ കണ്ടില്ല. നിനക്ക് എന്നോട് എന്തോ പറയാനുണ്ട് അല്ലേ? അവന്റെ പെട്ടെന്നുള്ള ചോദ്യം കേട്ടതും അവള് ഞെട്ടിപ്പോയി. വിച്ചേട്ടൻ എങ്ങനെ അറിയാം? അതിന് അവന്റെ ചുണ്ടെന്ന് കോടുക മാത്രമാണ് ചെയ്തത്. ഒരുമാതിരി കോഴി മുട്ടയിടാൻ പോകുന്ന പോലുള്ള തെക്കുവടത്തെ നടത്തും കയ്യിലെ നഖം മുഴുവനും കടിച്ചു തിന്നുന്നതും കണ്ടാൽ ആർക്കും മനസ്സിലാവും. പറയ്, എന്താ കാര്യം? കണ്ണുകൾ രണ്ടും ഇറുക്കി അടച്ച് അവന്റെ കൈത്തണ്ടിൽ പിടിമുറുക്കിക്കൊണ്ട് അവൾ കാര്യം പറഞ്ഞു.